സസാനിദ് ചക്രവർത്തിമാരായ ഷാപ്പൂർ രണ്ടാമനും ഖോസ്രോ രണ്ടാമനും ബലൂച്ചികളെ പീഡിപ്പിച്ചതിൽ ശക്തമായ മതപരമോ വിഭാഗീയമോ ആയ ഒരു ഘടകമുണ്ടായിരുന്നു എന്ന് ബലൂച്ചി എഴുത്തുകാരിൽ പലരും നിരീക്ഷിച്ചു. സസാനിദ് ശക്തികളുമായി മാരകമായ ഏറ്റുമുട്ടലുകളുടെ സമയത്ത് ബലൂച്ചികൾ സൊറാസ്ട്രിയനിസം മതത്തിലെ മസ്തകിയൻ മാനിച്ചിയൻ വിഭാഗങ്ങളുടെ അനുയായികളായിരുന്നു എന്നതിന് ശക്തമായ സൂചനകളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. മധ്യകാലഘട്ടത്തിൽ ബലൂചിസ്ഥാൻ സമൂഹത്തിൽ മതസ്ഥാപനങ്ങളുടെ വിപുലമായ ഘടന കണ്ടെത്തിയിട്ടില്ല. 7-ാം നൂറ്റാണ്ടിൽ അറബ് ബലൂചിസ്ഥാൻ കിഴക്കിയതിനു ശേഷം ബലൂച്ചികൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഏകദേശം എല്ലാ ബലൂച്ചികളും ഇസ്ലാമിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ബലൂചിസ്ഥാൻ മേഖല ഭരണപരമായി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നീ 3 രാജ്യങ്ങളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിസ്തൃതിയിലും ജനസംഖ്യയിലും ഏറ്റവും വലിയ ഭാഗം പാകിസ്ഥാനിലാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രവിശ്യ ഭൂവിസ്തൃതിയിൽ ബലൂചിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 6.9 ദശലക്ഷം ബലൂചിസ്ഥാനാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാനിൽ ഏകദേശം 2 ദശലക്ഷം വംശീയ ബലൂച്ചികളാണുള്ളത്. കിഴക്കൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ബലൂചിസ്ഥാൻ വംശജരാണ്. ബലൂചിസ്ഥാനിലെ അഫ്ഗാൻ ഭാഗത്ത് നിമ്രോസ് പ്രവിശ്യയിലെ ചാഹർ ബുർജാക് ജില്ലയും തെക്കൻ ഹെൽമണ്ട്, കാണ്ഡഹാർ പ്രവിശ്യകളിലെ റജിസ്ഥാൻ മരുഭൂമിയും ഉൾപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിലെ നിമ്രോസ് പ്രവിശ്യയിലെ ഗവർണർമാർ ബലൂച്ച് വംശീയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ബലൂചിസ്ഥാനിലെ സംഘർഷം വഷളാകുന്നതിന് പ്രസിഡന്റ് പർവേസ് മുഷറഫും സൈന്യവും ഉത്തരവാദികളാണ്. ഇത് കുറെ മുൻപുണ്ടായിരുന്ന ആ ഒരു ഹിസ്റ്ററിയാണ്. അതാണ് പർവേസ് മുഷറഫിന്റെ ആ ഒരു പേര് അതിൽ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഗ്രേറ്റർ ബലൂചിസ്ഥാൻ രൂപീകരിക്കുന്നതിനായി 3 രാജ്യങ്ങളിലെ ബലൂച്ച് പ്രദേശങ്ങളുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് വിഘടനവാദി തീവ്രവാദികൾ ബലൂചിസ്ഥാൻ മേഖലയിൽ നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. ബലൂചിസ്ഥാനികളും പാകിസ്ഥാനികളും തമ്മിലുള്ള ആ ഒരു നേർക്കുനേരെയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നുള്ളത് ചരിത്രം സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിഘടനവാദി തീവ്രവാദികൾ 1948, 1958, 59, 62, 63, 77 വർഷങ്ങളിൽ കലാപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2003 മുതൽ ആരംഭിച്ച പുതിയ കുറഞ്ഞ തീവ്രതയുള്ള കലാപം അതും ഉണ്ടായിട്ടുണ്ട്. ചരിത്രപരമായി സംഘർഷത്തിന്റെ പ്രേരക ഘടകങ്ങളിൽ ഗോത്ര വിഭാഗങ്ങൾ, ബലൂച്ച് പഷ്തൂൺ വംശീയ വിഭജനങ്ങൾ, പഞ്ചാബി താൽപര്യങ്ങളാൽ പാർശ്വവൽക്കരണം, സാമ്പത്തിക അടിച്ചമർത്തൽ എന്നിവ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും വർഷങ്ങളായി പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തൽ, വിഘടനവാദി തീവ്രവാദികൾക്കിടയിലെ ഉൾപോര്, പാകിസ്ഥാന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ബലൂച്ച് രാഷ്ട്രീയക്കാരുടെ കൊലപാതകങ്ങൾ എന്നിവയുടെ ഫലമായി വിഘടനവാദി തീവ്രവാദികൾ നടത്തിയ കലാപം കുറഞ്ഞു വന്നു. പാകിസ്ഥാനിലെ വിഘടനവാദി തീവ്രവാദികൾ കൂടുതൽ സ്വയം ഭരണാവകാശവും പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങളിൽ കൂടുതൽ പങ്കും ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനിലെ ബലൂച്ച് ജനത നിയമവിരുദ്ധ കൊലപാതകങ്ങൾക്ക്, നിർബന്ധിത നിരോധനങ്ങളാൽ പീഡനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാന സുരക്ഷാ സേനയും അവരുടെ കൂട്ടാളികളും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പോരാടുന്ന വിഘടനവാദി തീവ്രവാദികളിൽ ഒന്നായ ബലൂച്ച് ലിബറേഷൻ ആർമിയെ ആഗോള ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു. ഇറാനിൽ വിഘടനവാദ പോരാട്ടങ്ങൾ പാകിസ്ഥാനിലെ സംഘർഷത്തെ പോലെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല. എന്നാൽ 2012 മുതൽ വളർന്ന് കൂടുതൽ വിഭാഗീയമായി മാറിയിരിക്കുന്നു.
ഭൂരിപക്ഷ സുന്നി ബലൂച്ച് ഷിയ ഇസ്ലാമിസ്റ്റ് ഇറാനിയൻ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ സലഫിസ്റ്റും ഷിയ വിരുദ്ധ പ്രത്യയശാസ്ത്രവും കാണിക്കുന്നു. ഇറാനിലെ ഏറ്റവും ദരിദ്ര പ്രദേശങ്ങളിലൊന്നായ സിസ്താൻ ബലൂചിസ്ഥാൻ മയക്കമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങൾ, ബലൂച്ചി ന്യൂനപക്ഷത്തിൽ നിന്നുള്ള വിമതർ, സുന്നി തീവ്രവാദികൾ എന്നിവർ ഉൾപ്പെടുന്ന അശാന്തിയാൽ വളരെ കാലമായി വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2025 മാർച്ച് 11 പാകിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്നതായിരുന്നു പാസഞ്ചർ ട്രെയിൻ. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബൊലാൻ ജില്ലയിൽ വെച്ച് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. ആക്രമണത്തിന്റെ ഫലമായി ട്രെയിൻ ഒരു വിദൂര പ്രദേശത്ത് നിർത്തി. ആക്രമണത്തിനിടെ ഡ്രൈവർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 400-ലധികം പേരെ തങ്ങൾ ബന്ദികളാക്കിയതായും പാകിസ്ഥാൻ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചാൽ അവരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ അവകാശപ്പെട്ടു. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ ആദ്യകാല ചരിത്രം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ ബലൂച്ചികളും പാകിസ്ഥാന്റെ ആ ഒരു തീവ്ര മുഖങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി പാകിസ്ഥാനുമായിട്ട് കാലങ്ങളായിട്ട് തന്നെ ഇവർ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഒരു രീതിയിലും അവർക്ക് ആ ഒരു ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി അവർക്ക് കിട്ടാത്തതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മുടെ പെഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അതുപോലെ തന്നെ ആ ഒരു താലിബാനും അതുപോലെ ബലൂചിസ്ഥാനികളായിട്ടുള്ള ആളുകളും പാകിസ്ഥാൻ സേനയെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും അടിച്ചമർത്തി എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആ ഒരു തീരുമാനം അത് കൃത്യമായിട്ടുള്ള ആ ഒരു സെക്കൻഡിൽ തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ നിലനിർത്താനും അതുവഴി സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാന്റെ ഹബ്ബിൽ കയറി മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാത്ത രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ഗീർവാണങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് വളവള അടിക്കൽ തുടങ്ങി. പക്ഷേ ആ ഒരു പഹൽഗാം ആക്രമണത്തിന്റെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ യാതൊരു കാരണവുമില്ലാതെ കൊന്നൊടുക്കിയ ആ കാബാലികന്മാരെ അടിച്ചൊതുക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തപ്പോൾ അത് കൃത്യമായിട്ട് കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ അത് കൊണ്ടു എന്നുള്ളതാണ്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന ഇന്ത്യയുടെ ആ ഒരു മിസൈൽ ആക്രമണവും ആ മിസൈൽ ആക്രമണം ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ തുടക്കത്തിൽ തന്നെ 25 മിനിറ്റിനുള്ളിൽ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തപ്പോൾ ബലൂച്ചികൾക്ക് ഭയങ്കരമായിട്ടുള്ള കരുത്താണ് ഉണ്ടായത്. കാരണം ഈ ഒരു തീവ്രവാദികൾ തന്നെയാണ് ബലൂച്ചികളെ അടിച്ചമർത്തിയിരുന്നതും. ചരിത്രം വിളിച്ചു പറയുന്ന ആ ഒരു സത്യം അത് ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലൂച്ചികൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ ഇത് സോഷ്യൽ മീഡിയ വഴി വന്ന ആ ഒരു വാർത്തകളാണെങ്കിലും അത് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.